വെൽക്കം ബാക്ക് ടു ലക്ഷ്മിക ലെറ്റ്സ് യൂട്യൂബ് ചാനൽ. ഞാനിന്ന് സൺഡേ പുറത്ത് വന്നിട്ടുള്ളേ എത്തിയിട്ടാണ് നമ്മൾ കടയിൽ. ഇതാണ് നീർക്കടവ് ബീച്ച് കേട്ടോ, അങ്ങനെ പറയാം. പയ്യാമ്പലം ബീച്ചിന്റെ ഇങ്ങേറ്റം. നമ്മൾ വണ്ടി കയറി അങ്ങനെ പയ്യാമ്പലം. ഇതാണ് പയ്യാമ്പലം ബീച്ച്. പയ്യാമ്പലം ഏത് സൈഡാണ്? അത് സ്കൂളിലും പോക്ക് ഇവിടുന്നാണ് നമ്മൾ തിന്നാനും മണിക്കരുത്. ഇതാണ് തട്ടുകട. ഇത് നല്ല തിരക്കുണ്ടല്ലേ ലച്ചു? ഫോറിനേഴ്സ് എല്ലാം ഉണ്ട്. ഫോറിനേഴ്സ് നല്ല രസമുണ്ടല്ലേ ആകാശം കാണാൻ. പോലീസ് എല്ലാം ഉണ്ടാവും ഇതിന്റെ ഇടക്ക്. വീഡിയോ എടുത്തിട്ട് പോകുമ്പോ പൊക്കോ ഇപ്പൊ. ഇതാണ് നമ്മുടെ ആമിക്കുട്ടി. ആമിക്കുട്ടിക്കുണ്ടൊരു യൂട്യൂബ് ചാനൽ. ആമി എന്താ പേര്? യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ആമി അജിൻ. ആമി അജിൻ യൂട്യൂബ് ചാനലല്ലേ. പയ്യാമ്പലം ബീച്ച് എത്താൻ പോകുന്നു. നല്ല തിരക്കാണ്. നമ്മൾ അജിനെ കണ്ടില്ല നിങ്ങള്? ഇതാണ് അജിൻ ചന്ദ്രൻ, ആമിക്കുട്ടിയുടെ പപ്പ. പയ്യാമ്പലം കണ്ടോ? നല്ല തിരക്കാണ്. പിന്നെ അങ്ങനെയല്ല പയ്യാമ്പലം നല്ല തിരക്ക്. നമ്മളിപ്പോ ഉള്ളത് പയ്യാമ്പലത്താണ്. പയ്യാമ്പലം അങ്ങ് ഫുൾ തിരക്ക്, വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെ ബേബി ബീച്ച് ഉണ്ട്. ബേബി ബീച്ചിലേക്ക് പോകും. നല്ല ആള്. നിങ്ങളെല്ലാരും പയ്യാമ്പലം ബീച്ച് കണ്ടിനാ? ഇങ്ങോട്ട് വന്നിട്ടുണ്ടാ? ഇത് കണ്ണൂര് പയ്യാമ്പലം ബീച്ച്. ഇതാണ് നമ്മുടെ ലച്ചുക്കുട്ടിന്റെ സ്കൂള്. ലച്ചു സ്കൂളിന്റെ പേരെന്താണ്? വല്ലപ്പറി ആക്ക് മനസ്സിലാവണ്ടേ? സ്കൂളിന്റെ എൻട്രൻസ് എത്തിയില്ല, ഇപ്പൊ എത്തും. വലിയ സ്കൂളാണ്, ഫുൾ പെൺപടകളുടെ കൊട്ടാരം. ഗേൾസ് സ്കൂളാണ്. ഇതാണ് നമ്മുടെ ബേബി ബീച്ച്. കണ്ണൂരിലെ ബേബി ബീച്ച് എത്താൻ പോകുന്നു. പോലീസ് വരും. പിന്നെ പോലീസ് വരൂലേ? പോലീസെല്ലാം വന്നോട്ടെ. ഇതാ ബേബി ബീച്ച്. നിങ്ങൾ കണ്ടിരോ നമ്മുടെ ബേബി ബീച്ച്? ലച്ചുവിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളടുത്തുണ്ടോ ഇങ്ങനെയുള്ള കുട്ടി? യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ട് അനങ്ങാണ്ടിരിക്കുന്നത് കൊണ്ടൂല. നാണം, ഓക്ക് നാണം. ലച്ചു നാണാ എനിക്ക്? ഇതാണ് ബേബി ബീച്ച്. ഇങ്ങോട്ട് ക്യാമറമാൻ അജിനാണ് കേട്ടോ. ക്യാമറമാൻ അജിൻ. ഇതാണ് ബേബി ബീച്ച്. മൊത്തത്തിലൊരു മറ്റേ ഇത് ഓടിച്ച പോലെ. ഇതും നമ്മുടെ ബേബിയും വരുന്നുണ്ടേ. ഇതാണ് അജിൻ എന്ന് പറഞ്ഞില്ലേ? അജിൻ. ഇത് ആമിക്കുട്ടിയുടെ പപ്പ. അത് ആമിക്കുട്ടിയുടെ അമ്മ അർച്ചന അജിൻ. ഇതാണ് നാണം കുണുങ്ങി ലച്ചു. ഇതാണ് ബേബി ബീച്ച്. ഇതാ ബേബി ബീച്ചിൽ ഒരു ബേബീനെ കണ്ട? ബേബി ബീച്ചിൽ നമ്മുടെ ബേബി. ഇതാ ലച്ചു ബേബി ഉണ്ട്. ലൈറ്റ് ഹൗസ് ഒക്കെ കാണുന്നില്ല ഫ്രണ്ട്സ്. നമ്മളെ ക്യാമറക്ക് അത്രേ ക്ലാരിറ്റി ഉള്ളൂ. അങ്ങ് കണ്ട നിങ്ങൾ ലൈറ്റ് ഹൗസ് കണ്ട? ലൈറ്റ് ഹൗസ്. കടലിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. താഴെ ആൾക്കാരുണ്ട്. വെള്ളമില്ലാത്ത സ്ഥലമുണ്ടോ? കുറേ പാറയെല്ലാം ഉണ്ടല്ലേ? നല്ല രസമുണ്ട്. അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നിക്ഷാൻ ഇലക്ട്രോണിക്സ്.
ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഷിഫോൺസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഞങ്ങളിങ്ങനെയാണെന്നില്ല. ആ അമ്മ വന്നാ? ലച്ചു വന്നാ വേണ്ടത് ഫുഡ്? ലച്ചു നൂഡിൽസാ? സൂപ്പാ. നമ്മളങ്ങനെ ഷിഫോണക്സിലെത്തി. നമ്മളിന്ന് സൺഡേ ഹോളിഡേൻ്റെ അവസാന ഘട്ടം ഫുഡ് കഴിക്കലായി. കുഞ്ഞ് ബേബി ഉള്ളതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ലേറ്റ് ആക്കാവുന്നില്ല. വേഗം തന്നെ വീട്ടിലേക്ക് പോകണം. ലച്ചുനെ കണ്ട നമ്മളെ കഥയിലെ നായിക ലക്ഷ്മിക. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലും അജിൻ ഫുഡ് കഴിക്കാൻ മാത്രമല്ല എപ്പോൾ എൻ്റെ അപ്പുറം തന്നെ ഉണ്ടാകുന്ന ഒരാളാണ്. എല്ലാ ഓർഡറിലും ചെയ്യുന്നുണ്ട്. എൻ്റെ പേരെ നടക്കുന്നതുകൊണ്ട് പേരുദോഷം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലച്ചു നിന്റെ ബ്ലോഗാണ്. ലക്ഷ്മിക ലച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇവരെല്ലാവരും കൂടി സൂപ്പ് കുടിക്കുന്നുണ്ട്. സൂപ്പ് മാഞ്ചോ ചിക്കൻ സൂപ്പ്. ലച്ചുവിനേന് സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹം. കുറേ ആയി നമ്മൾ പുറത്തൊന്നും വരാത്തത്. ഞാനും ബേബി എങ്ങനെ കഴിക്കും. ലച്ചു സൂപ്പ് കുടിക്കുന്നുണ്ടോ? ലച്ചു സൂപ്പ് എന്തുണ്ട്? സൂപ്പ് സൂപ്പർ കുട്ടി. ആമി എനിക്കൊന്നും തരുന്നില്ല തിന്നേ. ഇത് സൂപ്പ് ഉണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത നമ്മുടെ ഫുഡ്. സൂപ്പ് കുടിച്ചു. നെക്സ്റ്റ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പാസ്ത. ലച്ചു ഹാപ്പി അല്ലേ? ആമി ഫുഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നല്ല ഫുഡാണ് കേട്ടോ. എല്ലാവരും വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ചൈനീസ് ഫുഡാണ്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പാസ്ത ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലും നല്ല ടേസ്റ്റിലും നമുക്കിഷ്ടപ്പെട്ടതാണ്. തിരക്കുണ്ട് നല്ല. ഇത് റെസ്റ്റോറൻറ്റ് വരുന്നത് പുതിയ നിക്ഷാൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് എന്താണ് ബേക്കർ ബോയ്സിൻ്റെ സൈഡ് മുകളിലായിട്ട് വരും. ബേക്കർ ബോയ്സ് ബേക്കറിൻ്റെ മുകളിലായിട്ട്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എയർലൈൻസ് ട്രാൻസിലേക്കാണ്. എയർലൈൻസ് ട്രാൻസ്. ലച്ചു ലക്ഷ്മിക എന്നാണ് തപ്പിക്കളിക്കുന്നത്. കമോൺ ലച്ചു. ഇതാണ് കണ്ണൂരെ പുതിയ ട്രാൻസ്. കവിതാ തിയേറ്ററിന് എതിർവശം. അവിടെ ഇപ്പം പുതിയതായിട്ട് ജ്യൂസി തുടങ്ങിയിട്ടുണ്ട്. ജ്യൂസി ഇത് അപ്പുറം SM പാർക്കിന് അപ്പുറ സൈഡ് ഉണ്ടായതാണ്. ഇപ്പുറത്തേക്ക് മാറി. ട്രാൻസ്, വിശാലമായ ട്രാൻസ്. ലച്ചു ഇവിടെ എന്തിനാ വന്നിനി? ലച്ചു ലച്ചു എന്നാ വേണ്ടത്? അതിനെന്താ പറയാ പേര്? ഇത് തൽക്കാലം വാങ്ങുന്നില്ല കേട്ടാ. അജിൻ ചന്ദ്രൻ ബേബീൻ്റെ അടുത്ത് നടക്കുന്നു. ആമിക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നു.
വേറെ രണ്ടാളും കൂടി ഉണ്ടായിരുന്നല്ലോ നമ്മളിപ്പുറം. കാണുന്നില്ലല്ലോ രണ്ടാള്. ആടുന്ന് എവിടുന്നോ തണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എന്നാ ഇന്നത്തെ സൺഡേ ആയിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.